പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാണ് എന്ന് പറയുന്നത് അവിവേകിയുടെ ഭോഷന്മാർക്ക് ചിറകു നൽകുന്നത് എന്ത്? സ്വപ്നങ്ങൾ. ആരാണ് വിവേകത്തോടെ സംസാരിക്കുന്നത്? അനുഭവസമ്പന്നൻ. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ല എന്ന് പറയുന്നത്? നിയമനിഷേധകന്റെ. ദരിദ്രന്റെ ജീവൻ അപഹരിക്കുന്നവൻ ആരാണ്? കൊലപാതകി. കൽപ്പനകൾ അനുസരിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സമാധാന ബലിക്ക്. എന്ത് വർജിക്കുന്നതാണ് പാപപരിഹാര ബലിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അനീതി. കർത്താവിന് എന്തു കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൈക്കൂലി. ആരുടെ ചെങ്കോലാണ് തകർത്തു കളയും എന്ന് പറഞ്ഞിരിക്കുന്നത്? അനീതി പ്രവർത്തിക്കുന്നവന്റെ. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? വിനീതന്റെ. എന്ത് അനുസ്മരിച്ച് കാലത്തെ ത്വരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാനം. ആരുടെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്? യാക്കോബിന്റെ. കർത്താവിൻ്റെ വിശ്രമസങ്കേതം ജെറുസലേം. സൂക്ഷ്മബുദ്ധി എന്ത് തിരിച്ചറിയുന്നു? വ്യാജവാക്ക്. നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് ആര്? ഭാര്യയില്ലാത്തവൻ. നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. ആരെ? സ്നേഹിതനെ. നിന്നെ സംശയിക്കുന്നവരോട് എന്തു ചോദിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉപദേശം. ആരുടെ ഉപദേശം സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഹൃദയത്തിൻ്റെ. ആരുടെ മേലാണ് സ്തുതി കുന്നുകൂടുന്നത്? ജ്ഞാനിയുടെ മേൽ. അനേകരുടെ മരണത്തിന് ഇടയാക്കിയത് എന്ത്? അമിതഭോജനം. വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്ത്? അവൻ്റെ വൈഭവം. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് പകരേണ്ടത് എന്ത്? എണ്ണ. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവൻ എന്ത് തേടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വൈദ്യസഹായം. അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിപ്പിക്കുക. ആരുടെ? മരിച്ചവൻ്റെ. ഓരോരുത്തരും തന്താങ്ങളുടെ ഡാഷിൽ സമർത്ഥരാണ്. തൊഴിലിൽ.